ഷമീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നത്, പേജ് ഒന്ന് ഫോളോ ചെയ്യുക. വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെട്ട കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. ലൈക്ക് ചെയ്യാനൊന്നും മറന്നു പോകരുതേ. ഒന്ന് കുറച്ച് മീൻ എടുത്തിട്ടുണ്ട്. ഇത് വറ്റയാണ്. നമ്മളിതുകൊണ്ടൊരു ഫ്രൈ ആണ് തയ്യാറാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കൊച്ചുള്ളി എടുത്തിട്ടുണ്ട്, ഒരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്, കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. നമുക്കിതൊക്കെ ഒന്ന് ചതച്ചെടുക്കാം. നമുക്കൊരു പാൻ വെച്ച് കൊടുക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് മുളക് പൊടി ഇട്ട് കൊടുക്കാം. നമ്മുടെ എരിവിനനുസരിച്ച് ഇട്ടാൽ മതി കേട്ടോ. അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോഴത്തെ പുതിയ സൈസുള്ള ഫ്രൈ ആണത് കേട്ടോ. ഞാനതൊരെണ്ണം ഇട്ടിട്ടുണ്ട്. അത് ശരിക്കും ഫ്രൈ ആക്കിയില്ല, അത് ഇത്തിരി ചാറോടുകൂടി വെച്ചതാണ് കേട്ടോ. ഒരാവോലിയുടേത് നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓൺ ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ചൂടായി വരുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിനി ഉള്ളി ചേർത്ത് കൊടുക്കാം. ഉള്ളി നമ്മളൊന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. പച്ചമുളക് എല്ലാം നമ്മൾ ക്രഷ് ചെയ്തെടുത്തതാണ് കേട്ടോ. വെളുത്തുള്ളി, ഇഞ്ചി നമ്മൾ ചേർക്കുന്നില്ല കേട്ടോ. ഇഞ്ചി ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. കുറച്ച് ചതച്ച മുളകും കൂടെ ചേർത്ത് കൊടുക്കാം. മസാല ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിനി പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. പുളിവെള്ളം ഒഴിച്ച് കൊടുക്കാം. നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. മീനൊന്ന് നിരത്തി വെച്ച് കൊടുക്കാം. ചുമ വരുന്നുണ്ട് കേട്ടോ, അതാ പതുക്കെ പറയുന്നത്. മൂടി വെച്ചൊന്ന് വേവിക്കാം. നമ്മളൊന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വെള്ളം വറ്റി നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരട്ടെ. അപ്പോൾ നമ്മുടെ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ശരിക്കും കറി പോലെ നമ്മൾ ഉണ്ടാക്കിയിട്ട് അത് വറ്റിച്ച് ഇങ്ങനെ ഒരു ഫ്രൈ ആണ് ഉണ്ടാക്കിയെടുക്കുന്നത് നമ്മൾ. നല്ല ടേസ്റ്റാണ്. എന്ത് മീനായാലും നമ്മൾ അധികം ചാറില്ലാണ്ട് വെച്ചെടുക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ടേസ്റ്റ് നമുക്കുണ്ടാവും. ഇങ്ങനൊരു ഫ്രൈ നമ്മൾ തയ്യാറാക്കിയാൽ വളരെ ടേസ്റ്റിയാണ്. ഇത് ഏത് മീൻ കൊണ്ട് വേണമെങ്കിലും നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. മത്തി കൊണ്ടോ അയില കൊണ്ടോ, അത് രണ്ടാണ് നമ്മൾ സാധാരണ ഇപ്പോൾ ആൾക്കാർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ നമുക്ക് എന്ത് മീനായാലും കുഴപ്പമില്ല കേട്ടോ, ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റാണ്. ഓരോ മീനും അതിൻ്റേതായിട്ടുള്ള ടേസ്റ്റ് ഉണ്ടല്ലോ. നമുക്ക് എന്ത് മീനാണ് കിട്ടുന്നതെന്ന് വെച്ചിട്ട് ആ മീൻ കൊണ്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. ടാറ്റാ, ബൈ ബൈ.